ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് പ്രകാരം മാർക്കറ്റിൽ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നാളത്തേക്കുള്ള ലെവലുകൾ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞത് പ്രകാരം മാർക്കറ്റ് ഈ രണ്ട് ലൈനിടെ നമുക്ക് ഒരു ട്രേഡും ഇല്ല. ഇത് ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലൂടെ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ സിയും അല്ല, ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിയും എടുക്കാം എന്നായിരുന്നു നമ്മുടെ ഇന്നലത്തെ അനാലിസിസ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് റീപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകും. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ട്രേഡ് എടുത്തതെന്നും ഇന്ന് ധാരാളം പേർക്ക് പ്രോഫിറ്റ് കിട്ടി. നല്ലപോലെ 2-3 ഇരട്ടിക്ക് പ്രോഫിറ്റ് എടുത്ത് മിഡ് ക്യാപ്പിൽ ബുക്ക് ചെയ്തവരുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ മാർക്കറ്റിൽ എന്താ സംഭവിച്ചത് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനിപ്പോൾ റീപ്ലൈ ചെയ്യാൻ പോകണേ, നോക്കൂ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, താഴോട്ട് വന്നു, പിന്നെ അതേ ക്യാൻഡിൽ തന്നെ മേലോട്ട് പോയി, മേളിൽ പോയിട്ട് വീണ്ടും അവിടെ ചെറിയൊരു റിജക്ഷൻ ഉണ്ടായി. വീണ്ടും നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞത് ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ മോളിൽ ക്ലോസിംഗ് കിട്ടണം, പക്ഷേ 5 മിനിറ്റ്സ് ക്യാൻഡിൽ മോളിൽ ക്ലോസിംഗ് കിട്ടാൻ ഇതിന്റെ ബോഡി കണ്ടോ, താഴേന്ന് നല്ല റിജക്ഷനും മുകളിൽ നിന്ന് റിജക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ പ്രകാരം നമുക്കൊരു ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ 5 മിനിറ്റ്സ് ക്യാൻഡിലിന്റെ ഒരു 75% ബോഡി നമുക്ക് വേണം. ഒരു ക്യാൻഡിലിന്റെ ഒരു 75% ബോഡി നമുക്ക് തന്നിരിക്കുന്ന ലെവലിന് മുകളിൽ ക്ലോസിംഗ് കിട്ടിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ഫുൾ ബോഡി, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 75% ഉള്ള ബോഡി ഉള്ള ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടിയെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ ക്രൈറ്റീരിയ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ നാളുകളിൽ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അത് മനസ്സിലായി കാണും. പുതിയതായിട്ടുള്ളവർക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും നോക്കാം എന്താ സംഭവിക്കുന്നത്. മാർക്കറ്റ് രണ്ടാമത്തെ ഫിഫ്ത്ത് ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ വീണു. അതും അവിടെ മുകളിൽ നിന്ന് റിജക്ഷൻ ആണ് വന്നേക്കുന്നത്. അപ്പം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ക്യാൻഡിൽ നമുക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. മൂന്നാമത്തെ ക്യാൻഡിൽ അവിടെ ഒരു ഭയങ്കര റിജക്ഷൻ, ഒരു താഴോട്ട് ഒരു ഭയങ്കര സെല്ലിംഗ് പ്രഷർ വന്നു. എന്നിട്ട് പിന്നെ തിരിച്ചിവിടുന്ന് റിജക്ഷൻ തന്നു. അപ്പം റിജക്ഷൻ തന്നു കഴിഞ്ഞപ്പം പിന്നെ ഇവിടെ മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റിൽ കാണുന്നതെന്ന് അവിടെ കൊണ്ട് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇത് മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു പി എടുക്കാം എന്ന് നമ്മുടെ പാലാഴിയുടെ ഗ്രൂപ്പിൽ ഉള്ളവർക്കറിയാം. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമുക്കൊരു പി പിടിക്കാമെന്ന് നമ്മൾ ആ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പം ഇത് ഇവിടുന്ന് ഭയങ്കര ഒരു റെഡ് ക്യാൻഡിൽ വന്നു, എന്നിട്ട് ആ ലൈനിന്റെ മുകളിലാണ് ക്ലോസിംഗ് കിട്ടിയത്. അപ്പൊ ഇനി ബാക്കി എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അവിടെ വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വന്നു. അപ്പൊ ആ റെഡ് ക്യാൻഡിലില് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒരു പി പിടിക്കുന്നു. പി പിടിച്ചിട്ട് ശേഷം എന്താ സംഭവിച്ചേ, മാർക്കറ്റ് അടിപൊളിയായിട്ട് താഴോട്ട് വരുന്നു. ഇതാ കണ്ടോ, നല്ല സൂപ്പർ ക്യാൻഡിൽ നമുക്ക് കിട്ടി. ഇവിടെ നമ്മുടെ ഇത് ടാർഗറ്റ് ഇവിടെയായിരുന്നു. ഇവിടെ നമ്മൾ ഇറങ്ങി. ഇവിടെ ഏകദേശം ഞാൻ എൻ്റെ കയ്യിൽ 12,450 പി 10 രൂപയുടെ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ ഏകദേശം ഒരു 55 രൂപ എത്തി ഇവിടെ വന്നപ്പോൾ. ഞാൻ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുകയും ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് നല്ലൊരു ട്രേഡ്, സൂപ്പർ ഒരു ട്രേഡ് കിട്ടി. ഓക്കെ, നമ്മുടെ ക്രൈറ്റീരിയ 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസിംഗ് ആണെങ്കിൽ ഇവിടെ 5 മിനിറ്റ്സിന്റെ ഒരു ക്യാൻഡിൽ നല്ലൊരു ബോഡിയോട് ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടി. അപ്പോൾ നമ്മളിവിടെ ട്രേഡ് എടുത്തു. ഇവിടെ നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്യാൻഡിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി. ഇത് കിട്ടിയവർക്ക് തന്നെ സൂപ്പർ പ്രോഫിറ്റ് ആയിരിക്കും കിട്ടി. പിന്നെ ഇവിടുന്ന് അവർക്ക് ട്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. മാർക്കറ്റ് ഓപ്പൺ ആയി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ 15-20 അരമണിക്കൂറിനകം അവർക്ക് പ്രോഫിറ്റ് എടുത്ത് അവർക്ക് വീട്ടിൽ പോവാം, അല്ല വേറെ പരിപാടിക്ക് പോയായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് മാർക്കറ്റിൽ എന്താ സംഭവിച്ചെന്ന് നോക്കാം. വീണ്ടും അവിടുന്ന് ഒരു അപ്പ് മൂവ്മെന്റ് വന്നു, വീണ്ടും താഴോട്ട്. കുറച്ച് പെട്ടെന്ന് ഓടിച്ചുകൂടാ. ഇവിടുന്ന് റിജക്ഷൻ വന്നു, മാർക്കറ്റ് വന്നിട്ട് പിന്നെ സൂപ്പർ ഒരു ക്യാൻഡിൽ രണ്ടാമത്തെ ടാർഗറ്റ് നമ്മുടെ ഹിറ്റായി. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെയും മോളി അവിടുന്ന് റിജക്ഷൻ വന്നു. രണ്ടാമത് ഈ പറഞ്ഞില്ല, കറക്റ്റ് ലൈനില്ല, നോക്കി നമ്മൾ വരച്ച അതേ ലെവലിൽ തന്നെ റിജക്ഷൻ വന്നു. ഇവിടുന്ന് പിന്നെ മേളിൽ പോയി, പിന്നെ അവിടുന്ന് റിജക്ഷൻ ഉണ്ടായി, മാർക്കറ്റ് പൊട്ടി നേരെ താഴോട്ട് വരിക.
ഇതാ നോക്ക്, ഇവിടെ നമ്മൾ ആരൊന്നും വരച്ചിട്ടില്ല. പക്ഷെ ഇതിന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകണമെങ്കിൽ പിന്നെ നമുക്കൊരു കോൾ എടുക്കാം. പക്ഷേ നമ്മുടെ ലെവൽ ഇവിടെ വരെ ഉള്ളത്, ഇവിടെ വരപ്പോൾ തന്നെ വന്നപ്പോൾ നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് താഴത്തെ ലെവലിലും വന്ന് മുട്ടി നമുക്കൊരു ഹ്യൂജ് പ്രോഫിറ്റ് ഇവിടെ കിട്ടി. അപ്പം ഇതിന്റെ എല്ലാം ബേസ് ഒക്കെ നമുക്ക് ഇത് നിർത്താം, ഇത് മതി, നമുക്ക് നമ്മുടെ ടാർഗറ്റ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതിന്റെ ബേസ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു മാർക്കറ്റ്. അപ്പോൾ ഇത് അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്ത് 320,220 ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ അനലൈസ് ചെയ്തായിരുന്നു. എന്താണ്? ഇന്ത്യ ഹോട്ടലും കമ്മ്യൂണിസ്റ്റ് ഭാരത് HDFC AMC ഇത്രയെണ്ണം നമ്മൾ നോക്കിയായിരുന്നു എന്താ സംഭവിച്ചത്. നമുക്ക് അവിടെ കൊടുത്ത് പോയി നോക്കാം എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ വീണത്. ഞാൻ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും മാച്ചിങ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കാം, ഇന്ത്യ ഹോട്ടൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു ബേസ് ഉണ്ട്. ഈ ബേസ് ക്രോസ് ചെയ്ത് മേലോട്ട് പോയെങ്കിൽ മാത്രമേ ഇന്ത്യൻ ഹോട്ടലിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് കാണത്തുള്ളൂ, ഇല്ലെങ്കിൽ താഴോട്ടിരുന്ന് പറഞ്ഞു. അപ്പം വീഴാനുള്ള ഒന്നാമത്തെ കാരണം ഇത് കണ്ടല്ലോ, ഈ ബേസ് ക്രോസ് ചെയ്ത് മേലോട്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ത്യ ഹോട്ടൽ താഴോട്ട് വന്നുകൊണ്ടാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം കുമിൻസ് ഇന്ത്യയും ഞാൻ പറഞ്ഞായിരുന്നു ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഇന്നലത്തെ ക്യാൻഡിൽ ചെയ്ത് ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് മിഡ് ക്യാപ്പിൽ ഒരു അപ്പ് മൂവ്മെന്റ് കാണാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ ഒരു ഫോൾ കാണുന്നത് ഇന്നലെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. കുമിൻസിലും നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇനി അടുത്ത ഭാരത് ബോർജും സെയിം തന്നെ, അത് ഫ്ലാറ്റ് ആയിരുന്നു, കാരണം അവിടെ ഒന്നും സംഭവിച്ചില്ല. ഇന്നലത്തെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചെന്നല്ലാതെ ഇങ്ങോട്ടും ഭാരത് ബോർജ് മൂവ് ചെയ്തില്ല. HDFC AMC നോക്കിക്കഴിഞ്ഞാലോ, HDFC AMC ഞാൻ പറയായിരുന്നു, ഈ ബോക്സിന് വെളിയിൽ ചാടി ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് ക്രോസ് ചെയ്ത് മേലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. പക്ഷേ അവിടുന്ന് സംഭവിച്ചു, ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, ഓൾ ടൈം ഹൈയിൽ നിന്ന് നേരെ താഴോട്ട് പോരുന്നു, ഒരു ഹ്യൂജ് സെല്ലിംഗ് പ്രഷർ വന്നു, താഴോട്ട് വന്നു. കാരണം മാർക്കറ്റിലെ ബജറ്റിനോടനുബന്ധിച്ച് പല സെന്റിമെന്റ്സും നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൾ ടൈം ഹൈ നിൽക്കുന്നിടത്ത് റീറ്റെയിലേഴ്സ് എപ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു വീഴ്ച, ഇത്രയും ഒരു വീഴ്ച നിഫ്റ്റിയിലും മാഗ്നിഫ്റ്റിയിലും കണ്ടില്ലെങ്കിലും മിഡ് ക്യാപ്പിൽ ഇത്രയും വീഴ്ച കാണുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സ്റ്റോക്കുകളെല്ലാം, മെയിൻ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളെല്ലാം ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നതുകൊണ്ട് അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ പ്രഷർ ഉണ്ട്. അതാണ് അതിന്റെ കാരണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നാളെ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നാളെ ഇതേമാതിരി തന്നെ വീണ്ടും ഒരു 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 സെല്ലിംഗ് പ്രഷർ വരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ സോൺ ഇതാണ്. ഓക്കെ, ഇതിനകത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12,320 എന്ന് പറഞ്ഞ ഒരു മെയിൻ സപ്പോർട്ടാണ്. 12,320 താഴെ ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിനകത്ത് നമുക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, ഇത് നോ ട്രേഡിംഗ് സോണാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് താഴെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി, ഇത് പൊട്ടി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രേഡ് എടുക്കാം. എവിടം വരെ പോവും? ഇതാണ് നമ്മുടെ ഒരു ലെവൽ. മാർക്കറ്റ് വീണാൽ ഇവിടം വരെ വരും. രണ്ടാമത്തെ പോയിന്റ് ഇത്. ഓക്കെ, നമ്മുടെ പോയിന്റ് ഇതാണ്. ഇത്, രണ്ടാമത്തെ പോയിന്റ് ഇത്. അപ്പോൾ ആദ്യത്തെ പൊട്ടൽ വീണ് കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് ഇവിടം വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ വരും. ഇവിടം വരെയൊക്കെ വരാനുള്ള ചാൻസസേ ഉള്ളൂ. പിന്നെ പൊട്ടിയാൽ താഴോട്ടങ്ങ് പോകും. അല്ല, ഇനി ഇവിടുന്ന് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ട്, ഇവിടെ മാർക്കറ്റ് കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതിന്റെ മുകളിൽ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ നല്ല ബോഡിയോടുകൂടെ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു സി എടുക്കാം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ വരും. പിന്നെ ഇവിടുന്ന് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലെവല് നോക്കാം. ഇവിടെ പഴയ ലെവലുകൾ വേണ്ട. അടുത്ത നമുക്ക് അടുത്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ലെവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അടുത്തത്. പിന്നെ വേണമെങ്കിൽ ഇത് ഇവിടം വരെ പ്രതീക്ഷിക്കാം. ഈ വീഴ്ച നമുക്ക് ഇവിടം വരെ പ്രതീക്ഷിക്കാം. ഈ കയറ്റം ഇവിടം വരെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്.
ഓക്കെ, അത് പിന്നെ മാർക്കറ്റ് ടൈമിൽ മാത്രം നമുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മളിപ്പോൾ മാർക്കറ്റ് ഒരു ദിവസം മുമ്പേ പ്രിഡിക്റ്റ് ചെയ്യുന്നത്, പക്ഷേ മാർക്കറ്റിന്റെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇനി രാത്രി എന്താ സംഭവിക്കുന്നത് നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്കിപ്പോൾ ഇവിടെ ഇതിനകത്തൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്? ഇന്ന് നമ്മൾ പറയാതെ ട്രേഡ് എടുത്തു, ആ ക്രോസ് ചെയ്ത് മേളിൽ പോയിട്ട് തിരിച്ച് നമുക്ക് ആ മാർക്കറ്റ് താഴെ വന്നപ്പോൾ നമ്മൾ അവിടുന്ന് തന്നെ പി പിടിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പം ഇവിടെയാണ് മാർക്കറ്റ് എന്ന് വിചാരിച്ചത്. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ പോയിട്ട് ക്രോസ് ചെയ്ത് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മേലോട്ട് ഒരു സി പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് തട്ടി താഴോട്ട് വരുന്നത് നോക്കണം. അപ്പൊ അതാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ പ്രൈസ് ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയി ഇവിടെ എന്ത് സംഭവിക്കുന്നത് നോക്കണം. ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കണം. ഇവിടെ പ്രൈസ് ആക്ഷൻ ഇവിടുന്ന് 5 മിനിറ്റ്സ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മുകളിൽ സി പോകാം. ഇല്ലെങ്കിൽ നേരെ താഴോട്ട് വരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു പി പിടിക്കാം. അപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഈ ക്രോസ് ചെയ്യുന്ന ക്യാൻഡിലിന്റെ താഴത്തെ വിക്ക് ആയിരിക്കണം. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ വിക്ക് ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അല്ലെങ്കിൽ ഒരു 10, അല്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടെ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാൻ പറ്റും. ഈ 12,456 ഇത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു പി പിടിക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലെ തന്നെ നേരെ തിരിച്ച് നമുക്ക് ചിന്തിക്കാം. ഇവിടുന്ന് ഇപ്പം മാർക്കറ്റ് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരെ താഴോട്ട് വരിക, ഇവിടുന്ന് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരിക, താഴോട്ട് വന്നിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് വേണം മാർക്കറ്റ് മേലോട്ട് പോകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു സി എടുക്കാം. സി എടുക്കുമ്പോൾ ഇതിന്റെ വിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വിക്ക് താഴെ സി, അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഇവിടെ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് നോക്കണം. ഇത് നമ്മുടെ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. ഇവിടെ ഒരു SL വെച്ചിട്ട് ഈ ഒരു ലൈന് SL ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു സി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ മാർക്കറ്റിലെ നാളെ മാർക്കറ്റ് സംഭവിക്കാനുള്ള പോസിബിലിറ്റീസ് ഇതൊക്കെയാണ്. ഓക്കെ, ഇത് നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം നാളെ നിങ്ങൾക്ക് കുറേ ദിവസം എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ട്രേഡ് എടുക്കാൻ നിങ്ങൾ കേപ്പബിൾ ആകും. ഓക്കെ, അങ്ങനെ സംഭവിക്കട്ടെ. അപ്പം നിങ്ങൾ ഡെയിലി കറക്റ്റായിട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഞാൻ വരയ്ക്കുന്ന ലൈനുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പ്രൈസ് ആക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു സ്വന്തമായിട്ട് ആരെ ആശ്രയിക്കാൻ സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. ഒരാൾ ട്രേഡ് പറഞ്ഞു തരുന്നതും നമ്മൾ സ്വന്തമായിട്ട് ട്രേഡ് എടുക്കുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ പ്രോഫിറ്റബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും നമ്മൾ സ്വന്തമായിട്ട് ട്രേഡ് എടുക്കുമ്പോൾ. ഒരാൾ പറഞ്ഞു വന്ന് അത് ടൈപ്പ് ചെയ്ത് സ്ട്രൈക്ക് കണ്ടുപിടിച്ച് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് അതിന്റെ മാർക്കറ്റ് അതിന്റെ വഴിക്ക് പോകും. അതിനേക്കാൾ നല്ലത് നമ്മൾ സ്വന്തമായിട്ട് പ്രൈസ് ആക്ഷൻ കണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ അടിപൊളി. ഇന്ന് അതുപോലെ തന്നെ നമുക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടി. നമുക്ക് ആ പ്രൈസ് ആക്ഷനിൽ ആ ഫസ്റ്റ് പി നമുക്ക് അവിടുന്ന് പിടിക്കാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് നല്ല ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രൈസ് ആക്ഷൻ പഠിക്കുക. ചാനൽ ലെവലുകൾ മാർക്ക് ചെയ്ത് അത് നോക്കുക. ഇന്ന് എന്ത് സംഭവിച്ചു മാർക്കറ്റിൽ നിന്ന് അനലൈസ് ചെയ്യുക. ഈ പറഞ്ഞ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളുടെ ഒക്കെ മൂവ്മെന്റ്സ് പഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും സൂപ്പറായിട്ട് വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ ചാനൽ എത്തിക്കാൻ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു ഓൾ.